വയനാട് ദുരിതാശ്വാസ പുനരധിവാസ ഫണ്ട് കണക്കുകളിൽ വ്യക്തതയില്ലാത്തതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതിയുടെ വിമർശനം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫിനാൻസ് ഓഫീസർ നാളെ നേരിൽ ഹാജരായി കണക്കുകൾ ബോധിപ്പിക്കണം. ഷബ്ന സിയാദ് ചേരുന്നു വിവരങ്ങളുമായി. ഷബ്ന, ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ വിമർശനം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് ഇന്ന് പരിഗണിച്ചത്. ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ ഫണ്ടുകളിൽ വ്യക്തതയില്ല എന്ന കാര്യം കോടതിയുടെ മുമ്പാകെ വരികയും കോടതി ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയും ചെയ്തത്. കൃത്യമായി ഫണ്ടുകളിൽ കൃത്യമായ വ്യക്തത, കണക്കുകൾ ഹാജരാക്കണം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് വിമർശനം ഉണ്ടാകുകയും ചെയ്തു ഇന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന്. ഇത് സംബന്ധിച്ച് ഫിനാൻസ് ഓഫീസർ നാളെ കോടതിയിൽ നേരിട്ട് ഹാജരായി കൃത്യമായ കണക്കുകളിലേക്ക് എത്തണം. എത്ര ഫണ്ട് ചിലവഴിച്ചു, ഇനി എത്ര ചിലവഴിക്കാനുണ്ട്, പുനരധിവാസ പാക്കേജിന് ഇനി എത്ര ഫണ്ട് വേണം, അത്തരത്തിൽ കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കണക്കുകൾ സംബന്ധിച്ച് ഒരു വ്യക്തത വേണം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനായി ഫിനാൻസ് ഓഫീസർ നാളെ കൃത്യമായ കണക്കുകളുമായി കോടതിയുടെ മുമ്പാകെ എത്തണം. അതിനുശേഷം കോടതി ഇതിൽ നടപടി സ്വീകരിക്കാം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോടതി സൂചിപ്പിക്കുന്ന ഒരു കാര്യം, കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിരവധി തവണ കോടതിക്ക് മുമ്പാകെ ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. കോടതിയും കേന്ദ്ര സർക്കാരിനോട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയും കൃത്യമായി നടപടി സ്വീകരിക്കണം. എത്രയും വേഗം ഈ സംസ്ഥാനത്തെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വലിയ ദുരന്തമുണ്ടായ സംഭവമാണ്. അതിന് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് മതിയാകില്ല, കേന്ദ്ര സർക്കാർ ഇതിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് ഫണ്ട് അനുവദിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കോടതി മുന്നോട്ട് വെക്കുകയും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം വന്നപ്പോഴാണ് ഇതിൽ വ്യക്തതയില്ല, അതായത് കണക്കുകളിൽ വ്യക്തതയില്ല. ഇനി എത്ര ഫണ്ടാണ് ചിലവഴിക്കാനുള്ളത്, എത്ര ചിലവഴിച്ചു, എത്രയായിരുന്നു ദുരിതാശ്വാസ നിധിയിലടക്കം ഉണ്ടായിരുന്നത്, കേന്ദ്ര സർക്കാർ എത്രയാണ് കൊടുത്തത്, കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന ഫണ്ടുകളിൽ എങ്ങനെയാണ് ചിലവഴിച്ചത്, ഇനി പുനരധിവാസത്തിന് എത്ര രൂപ ചിലവഴിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയിക്കണം. അതിന് കണക്കുകൾ വേണം. കോടതിക്ക് മുമ്പാകെ ഫിനാൻസ് ഓഫീസർ നേരിട്ട് ഹാജരായി കണക്കുകൾ ബോധിപ്പിച്ചാൽ മാത്രമേ കോടതിക്ക് ഇതിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ. ഇത്തരത്തിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇനി കോടതി തീരുമാനമെടുക്കാം എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ തന്നെ ഫിനാൻസ് ഓഫീസർ നേരിട്ട് ഹാജരാകാനാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വയനാട് ദുരിതാശ്വാസ പുനരധിവാസ ഫണ്ട് കണക്കുകളിൽ വ്യക്തതയില്ലാത്തതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതിയുടെ വിമർശനം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫിനാൻസ് ഓഫീസർ നാളെ നേരിൽ ഹാജരായി കണക്കുകൾ ബോധിപ്പിക്കണം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ കണക്കുകളിൽ വ്യക്തതയില്ല എന്നതായിരുന്നു കേന്ദ്ര വിമർശനവും സംസ്ഥാന സർക്കാരിനെതിരെ. അപ്പോൾ കോടതി ഈ വിമർശനം ഉയർത്തുമ്പോൾ അതുകൂടി ശരിവെക്കുകയല്ലേ ഷബ്ന ചെയ്യുന്നത്? കാരണം ഈ കണക്കുകളിൽ കൃത്യമായൊരു വ്യക്തത ഇല്ല എന്ന് തന്നെ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദുരന്തത്തിന് മുമ്പ് ദുരിതാശ്വാസ നിധിയിൽ എത്ര തുകയുണ്ടായിരുന്നു, അതുപോലെ അത് വിനിയോഗിക്കാൻ പാകത്തിന് എത്ര തുകയായിരുന്നു ഉണ്ടായിരുന്നത്, മറ്റൊന്ന് കേന്ദ്രം അനുവദിച്ചത് എത്ര വിനിയോഗിക്കാനായി, വയനാട്ടിൽ പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനും ഇനി എത്ര തുക കൂടി വേണം, കേന്ദ്രം എത്ര ധനസഹായം നൽകണം തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിലൊരു വ്യക്തത ഇതുവരെയും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ കോടതി ഈ ദുരന്തമുണ്ടായതിനു ശേഷം സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ്. അതിൽ ഡിവിഷൻ ബെഞ്ച് പലതവണ ഈ കേന്ദ്രത്തിനോടക്കം ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദീകരണം തേടുകയും അതിൽ കേന്ദ്രം മറുപടി നൽകാൻ സാവകാശം തേടുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഈ ഫണ്ട് ചിലവഴിച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചിലവഴിക്കാനുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃത്യമായ കണക്കുകൾ ഇല്ല എന്ന സൂചനയിലേക്ക് കോടതി എത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ കണക്കുകൾ ഹാജരാക്കൂ, അതിനുശേഷം കോടതി ഈ വിഷയം പരിഗണിക്കാം എന്നാണ് ഇപ്പോൾ ഡിവിഷൻ
ബെഞ്ച് നിലപാടെടുക്കുന്നത്. അതിനായിട്ടാണ് ഫിനാൻസ് ഓഫീസറോട് ഹാജരാകാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി കേന്ദ്രത്തിൻ്റെ സഹായം എത്ര വേണം എന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇനി എത്രയാണ് നമ്മൾ ചിലവഴിക്കേണ്ടത്, ഈ സംസ്ഥാന സർക്കാർ എത്ര ചിലവഴിച്ചു കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ കോടതിയെ അറിയിച്ചിരുന്നത് 2300 കോടി രൂപ ഇത്തരത്തിൽ ഈ പുനരധിവാസത്തിനായി ആവശ്യമുണ്ട് എന്ന രീതിയിലായിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു കൃത്യമായ കണക്കുകളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ രേഖാമൂലമുള്ള ഒരു വിശദീകരണം കോടതിക്ക് മുമ്പാകെ ഇല്ല. അതുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഇത്തരം ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ഏതായാലും സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ഇത് സംബന്ധിച്ച് വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇതിൽ കൃത്യമായൊരു മറുപടി കോടതിക്ക് നൽകിയിട്ടില്ല. ഷപ്ന, ഈ കണക്കുകളിൽ കൃത്യതയില്ല എന്ന് കോടതി തന്നെ പറയുമ്പോൾ, അതും വയനാട് കടന്നുപോയ ദുരന്തം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുവരെയും കേന്ദ്ര സഹായം ലഭ്യമായിട്ടില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ കൊടുത്ത കണക്കുകളിൽ വ്യക്തതയില്ലാത്തതാണ് ഈ സഹായം വൈകുന്നതിന് കാരണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുകയല്ലേ ചെയ്യുക? ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു വിമർശനം ഉണ്ടാകുമ്പോൾ അതുറപ്പായും പ്രതിപക്ഷമടക്കം രാഷ്ട്രീയ ആയുധമാക്കില്ലേ സർക്കാരിനെതിരെ? ലക്ഷ്മി, ഇതിൽ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് വിമർശനം ഉണ്ടായിട്ടുള്ളത്. കാരണം സംസ്ഥാന സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാരും, ഈ രണ്ട് കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും കോടതി ഇത് സംബന്ധിച്ച വിശദീകരണവും കൃത്യമായ കണക്കുകളും ആവശ്യപ്പെട്ടതാണ്. ഇരു സർക്കാരുകളും ഇതിൽ കൃത്യമായൊരു നിലപാട് അല്ലെങ്കിൽ കൃത്യമായ കണക്കുകൾ കോടതിയുടെ മുമ്പിൽ എത്തിച്ചിട്ടില്ല എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ വിമർശനമുള്ളത്. കാരണം കേന്ദ്ര സർക്കാരിനോട് എത്ര നൽകാൻ കഴിയും, അല്ലെങ്കിൽ എപ്പോൾ നൽകാൻ കഴിയും, എങ്ങനെയാണ് ഇത് വിനിയോഗിക്കാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അത് കേന്ദ്ര സർക്കാരും അതുപോലെ എത്ര വിനിയോഗിച്ചു, ഫണ്ട് ദുരിതാശ്വാസ നിധിയിൽ എത്രയുണ്ടായിരുന്നു, ഇനി എത്ര വേണം എന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും ഒരു കണക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് കോടതി ഈ രീതിയിൽ ഇന്ന് പ്രതികരിച്ചത്. ഏതായാലും ഉടൻ തന്നെ, അതായത് നാളെ തന്നെ ഇതിൽ വിശദീകരണം വേണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു പക്ഷേ ഇനി നാളത്തെ വിശദീകരണത്തിന് ശേഷം, അതായത് ഫിനാൻസ് ഓഫീസർ നേരിട്ടെത്തി വിശദീകരിച്ചതിന് ശേഷം കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുമായിരിക്കും. കേന്ദ്രത്തിനോട് ഫണ്ട് നൽകുന്ന കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ കോടതി തീരുമാനമെടുക്കുക ഈ വിശദീകരണം കേട്ട ശേഷമായിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വിമർശനം ഉണ്ടായിരിക്കുന്നത്. വയനാട് ദുരിതാശ്വാസ പുനരധിവാസ ഫണ്ട് കണക്കുകളിൽ വ്യക്തതയില്ല എന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫിനാൻസ് ഓഫീസർ നാളെ കോടതിയിൽ നേരിൽ ഹാജരായി കണക്കുകൾ ബോധിപ്പിക്കണം എന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്. ഷപ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.